നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നവാഗതനായ സംജാത് സംവിധാനം ചെയ്ത ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഫ്രാഗ്രൻ്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിൻ്റെ ബാനറിൽ ആനും സജീവുമാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് സജീവാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്ന നായക വേഷം എന്ന് തന്നെ പറയാം. സന്ദീപ് എന്ന നായക വേഷം. ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. സണ്ണി വെയിൻ, സിദ്ദിഖ്, അലൻസിയർ, ചിന്നു, ചാന്ദിനി തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ ഉണ്ട്. പ്രവീൺ വിശ്വനാഥും സംജാതും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഉദയ് രാമചന്ദ്രനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. വിജയാണ് ഛായാഗ്രാഹകൻ. എബി സാൽവിൻ തോമസ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. ശബ്ദം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിഷ്ണു ഗോവിന്ദും ശബ്ദമിശ്രണം വിഷ്ണു സുജാതനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമ ഒരു കുറ്റാന്വേഷണ സിനിമയാണ്. ഒരു കുറ്റം നടക്കുന്നു. ഒരു സ്ഥാപനത്തിൽ മൊബൈൽ ആപ്പുകൾ ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ, അവരുടെ മാതൃസ്ഥാപനമാണ് വി ഫാർമ. അതിൻ്റെ MD ആണ് ദിലീഷ് പോത്തൻ അവതരിപ്പിക്കുന്ന ജോൺ. ജോണിന് ഒരു സഹോദരനുണ്ട്. അദ്ദേഹം അമേരിക്കയിലാണ്. ജോണിനൊരു പാർട്ട്ണറുണ്ട്. വി ഫാർമ നടത്തുന്ന ഈ കമ്പനിക്ക് ഒരു പാർട്ട്ണർ കൂടിയുണ്ട്. അത് സണ്ണി വെയിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. സണ്ണി വെയിൻ്റെ കഥാപാത്രമാണ്. ഏതായാലും ഈ ആളുകൾ ഈ സിനിമയിൽ ഒരു കുറ്റകൃത്യം നടക്കുകയാണ്. ഈ കഥയുടെ പശ്ചാത്തലത്തിൽ ഒരു കുറ്റകൃത്യം നടക്കുകയാണ്. ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തെ ആരോ കൊന്നു. അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ഓഫീസിലെ ബാത്റൂമിൽ പോയ സമയത്ത് അവിടെ വെച്ച് ബോധമറ്റു വീഴുകയും അദ്ദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗം തറയിൽ ചെന്നിടിച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. അതാണ് അന്വേഷണം. ആരാണ് കൊന്നതാണ് എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ഈ കഥാപാത്രത്തിന് സന്ദീപിന് രഞ്ജിത്ത് സജീവ് അവതരിപ്പിക്കുന്ന ഈ സന്ദീപ് എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുന്ന ഒരു കൊലപാതകമാണ്. അലൻസിയറിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. റഹീം എന്നാണ് അലൻസിയറുടെ കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന് വൈകുന്നേരത്തെ ഒരു കമ്പനി ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം തീർത്ത് പോകണം എന്നതായിരുന്നു അയാളുടെ ഉള്ളിലിരിപ്പ്. ഏതായാലും നമ്മുടെ കഥാനായകൻ രഞ്ജിത്ത് സജീവ് അവതരിപ്പിക്കുന്ന ഈ നായകൻ SI സന്ദീപ് എന്ന ഈ കഥാനായകൻ, നമ്മുടെ സിനിമയിലെ കഥാനായകൻ, അതൊന്നും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സംശയം എന്ന് പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് ചെല്ലുകയാണ്. ഓരോരുത്തരെയും ആ കമ്പനിയിൽ ആ സമയത്ത് അന്നുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരനുൾപ്പെടെ അവിടെ ചായ കൊടുക്കുന്ന ആ സിന്ധു ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹം വിളിച്ചു വരുത്തി അദ്ദേഹം ഓരോ തെളിവെടുപ്പുകൾ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സംശയം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ഈ സ്റ്റാഫിലെ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഉറക്ക ഗുളികകൾ കണ്ടുപിടിക്കുകയാണ്. ഉറക്ക ഗുളികകൾ ഉള്ള ഒരാളായിട്ടാണ് ഈ പെൺകുട്ടി ഉറങ്ങുവാൻ ബുദ്ധിമുട്ട് ഉള്ള ഒരാളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉറക്ക ഗുളിക അവൾ വാങ്ങിച്ച് സൂക്ഷിച്ച് ഇരിക്കുന്നത്. അവൾക്ക് ഈ കടയുടെ പേര് പറയാൻ, ഇത് ഏത് കടയിൽ നിന്നും, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കടയിൽ നിന്നും ഇത് കൊടുക്കില്ല എന്നതാണ് നിയമം. അതുകൊണ്ട് ഈ
മരുന്ന് വാങ്ങിച്ച തൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിമുക്കിലുള്ള എന്ന് ഇവൾ പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ ഡോക്ടർ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ഡോക്ടറാണത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത് എന്നറിയുകയും അവിടെ ചെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഇരിക്കുന്ന സമയത്താണ് ഈ കുറ്റാന്വേഷണത്തിൻ്റേതായിട്ടുള്ള ചുരുൾ അഴിയുന്നത്. ഈ ചിന്നു അവതരിപ്പിക്കുന്ന കഥാപാത്രം, ചിന്നു ചാന്ദിനി അവതരിപ്പിക്കുന്ന കഥാപാത്രം നമുക്കറിയാം. തടിയൊക്കെ ഉള്ള ആ ചിന്നു ചാന്ദിനിയെ നമുക്കറിയാം. പല സിനിമകളിലും നമ്മൾ ഈ നടിയെ കണ്ടിട്ടുണ്ട്. നല്ല ഫേസുണ്ട്, അഭിനയിക്കാൻ അറിയാം. ആ നടി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ നടി നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അവൾ ക്യാരിയിങ് ആയിരുന്ന സമയത്ത് അബോർഷൻ ഉണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. അത് ഈ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ഡോക്ടറുടെ ഭാര്യയാണ്, ഗൈനക്കോളജിസ്റ്റായ അവരാണ് ഈ പെൺകുട്ടിയെ ചികിത്സിച്ചത്. അപ്പോൾ രക്തം പരിശോധിച്ച് നോക്കിയ സമയത്ത് ഒരു ഫോറിൻ ആൻറ്റിബോഡി ശരീരത്തിലുള്ളതായിട്ട് കണ്ടെത്താനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ അബോർഷൻ സംഭവിച്ച് പോയത്. അവൾ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു കുഞ്ഞായിരുന്നു ഉള്ളിൽ ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഈ ആൻറ്റിബോഡിയുടെ പ്രവർത്തനം കൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ കമ്പനിയിൽ തന്നെ മറ്റു 2 പേർ വരികയാണ് ഈ ഡോക്ടറുടെ അടുത്ത്. അവരുടെ രക്തവും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത് സെയിം ആൻറ്റിബോഡി അവരുടെയും ശരീരത്തിലുള്ളതായിട്ട് കാണുവാനായിട്ട് ഡോക്ടർക്ക് കഴിഞ്ഞു. ആ കമ്പനിയിലുള്ള മറ്റു MD ഒഴികെ മറ്റുള്ള എല്ലാവരെയും പരിശോധിച്ചപ്പോഴും അവരുടെ എല്ലാം ശരീരത്തിൽ ഇങ്ങനൊരു ആൻറ്റിബോഡി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ഈ ആൻറ്റിബോഡി വരാനിരിക്കുന്ന ഒരു വൈറസ് വരും. നമ്മൾ കോവിഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ ഏതോ ഒരു രാജ്യത്തിൽ നിന്നും അബദ്ധത്തിൽ അവർക്ക് പുറത്തു വിടേണ്ടി വന്ന, അല്ലെങ്കിൽ അറിഞ്ഞു തന്നെയാണെങ്കിൽ പോലും രാജ്യത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, വിട്ടതുകൊണ്ട് ലോകത്തിൽ ഒരുപാട് ദുരന്തം തന്നെ നമുക്ക് സംഭവിച്ച കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു വൈറസിനെ പുറത്തേക്ക് വിടുകയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു മരുന്ന് ഈ ഫാർമ ഉണ്ടാക്കുകയും ചെയ്താൽ കോടികൾ അല്ല ഈ ലോകം തന്നെ അടക്കി ഭരിക്കാവുന്ന അവസ്ഥയിലേക്ക് തങ്ങളുടെ കാര്യങ്ങളെത്തും. അതിനുവേണ്ടി ഇവരുടെ DNA പോലും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അവർ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് കൈയമർത്തിക്കൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. അവർക്ക് ഓഫീസിലേക്ക് കയറണമെങ്കിൽ ഒരു സ്വിച്ച് ബോർഡിൽ കൈ അമർത്തണം. അവരുടെ സിഗ്നേച്ചർ അവിടെ കിട്ടിയാൽ, വിരലിലെ സിഗ്നേച്ചർ അവിടെ കിട്ടിയാൽ, അവിടെ പതിഞ്ഞാൽ മാത്രമേ ഈ ഡോർ ഓപ്പൺ ആവുകയുള്ളൂ. പഞ്ചിങ് സമ്പ്രദായം ഉണ്ടായിരുന്നു അവിടെ. ഈ പഞ്ചിങ് സമ്പ്രദായത്തിൻ്റെ ഈ ഫോട്ടോ ഇയാളുടെ ഈ ജോണിൻ്റെ ലാപ്ടോപ്പിൽ നിന്നും ഇവർക്ക് കിട്ടുകയാണ്. അതെന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോൾ അതൊരു വൈറസാണ് ആ സംഗതി. അത് ഈ ആളുകളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അവരുടെ DNA ഉൾപ്പെടെയുള്ള അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ശരീരത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കുവാനും ദൂരെ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കുവാനും ഒക്കെ ജോണിനും ജോണിൻ്റെ സഹകാരികൾക്കും കുറ്റവാളികളായിട്ടുള്ള മറ്റുള്ളവർക്കും ഇതെല്ലാം മനസ്സിലാകുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു കാര്യമായിരുന്നു അവിടെ. ഇനി ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥ. ആ ആൻറ്റിബോഡിയായിട്ട് കളയാനും പറ്റുന്നില്ല. ആ ആൻറ്റിബോഡി ഉള്ളിലിങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് മറ്റൊന്നും ഓരോരുത്തരായിട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ഒരുമിച്ച് കൂടി തീരുമാനിക്കുകയാണ് ഇയാളെ വകവരുത്താനായിട്ട്. അങ്ങനെ ഇയാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. ഇയാൾ ശ്വാസമുട്ടലുള്ള ജോൺ എന്ന് പറയുന്നത് ദിലീഷ് പോത്തൻ അവതരിപ്പിക്കുന്ന ജോൺ ശ്വാസമുട്ടലുള്ള ഒരാളായിരുന്നു. ഇയാൾ ശ്വാസം മുട്ടുന്ന സമയത്ത് ഇയാൾ ഒരു ഗുളിക, ഒരു ടാബ്ലറ്റ് ഇയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇയാളെ ബാത്റൂമിലേക്ക് വിടുവാൻ വേണ്ടി, അതായത് ഒരു പ്രത്യേക അവസ്ഥയിൽ സിന്ധു ചേച്ചിയെ കൊണ്ടൊക്കെയാണ് ചെയ്യിക്കുന്നത്. സിന്ധു ചേച്ചിയോട് പറയുന്നത് ഇയാൾ കോഫി എടുക്കാൻ വരുന്ന സമയത്ത് അയാളുടെ ദേഹത്തേക്ക് കോഫി തെറിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഈ കോഫി തരുന്ന മെഷീൻ. അങ്ങനെ അയാളുടെ ശരീരത്തിലേക്ക് അത് പതിക്കുകയും അങ്ങനെ അയാൾ ബാത്റൂമിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അയാൾ ബാത്റൂമിലെത്തുകയും ആ ബാത്റൂമിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്വാസം മുട്ടുന്ന സമയത്ത് ആ ഡോർ തുറക്കാതിരിക്കാൻ വേണ്ടിയും അവർ പല ടെക്നിക്കുകളും പ്രയോഗിക്കുന്നുണ്ട്. രസകരമായിട്ട് തന്നെ
ഈ സിനിമ ആദ്യമധ്യാന്തം രസകരമായിട്ട് തന്നെ, ഒരു കുറ്റാന്വേഷണ സിനിമയും നമുക്കിതുപോലെ ഇത്ര ആകാംക്ഷാഭരിതമായിട്ട്, ഇത്ര പുതുമുഖങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ആകാംക്ഷാഭരിതമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. മറ്റു സിനിമകളുണ്ട്, അഞ്ചാം പാതിര പോലെയുള്ള സിനിമകളൊക്കെ ഉണ്ട്, നമുക്ക് കണ്ടതാണ്. ഗരുഡനൊക്കെ നമ്മൾ കണ്ടതാണ്, പിന്നെ ഓസ്ലർ നമ്മൾ കണ്ടതാണ്. ഒക്കെ ആകാംക്ഷാഭരിതമായിട്ടുള്ള സംഗതികളൊക്കെ തന്നെയാണ്. ഇതിലും അതുപോലെ തന്നെ ഉള്ള ഒരു സംജദ് എന്ന് പറയുന്ന ഈ സംവിധായകനും ഇതിൻ്റെ തിരക്കഥാകൃത്തിനും ഭാവിയുണ്ട്. രണ്ടുപേർ ചേർന്നാണ് തിരക്കഥ എഴുതിയെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. രണ്ടുപേർക്കും നല്ല ഭാവിയുള്ള ആളുകളാണ്. അവർ കളയാതിരിക്കുക, തങ്ങളുടെ ഉള്ളിലുള്ള ആ സിദ്ധി അവർ കളയാതിരുന്നാൽ, കളയുക എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തോന്നിയതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകൻ തിയേറ്ററിൽ നിന്ന് വരാനും പറ്റില്ല, ഇറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഈ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും പ്രബലമായ ഒരു തെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചലച്ചിത്ര ഛായാഗ്രഹണമാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ചലച്ചിത്ര ഛായാഗ്രഹണം കാണിച്ചിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്? മനുഷ്യൻ നമ്മൾ ഇത് കുറേ കാലമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ കാലമായി നമ്മൾ പ്രേക്ഷകർ, ആസ്വാദകർ ഇങ്ങനെ വിലപിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന കാഴ്ചയ്ക്കാണ് പ്രസക്തി. അല്ലാതെ നിങ്ങൾ ആളുകളുടെ മുഖം മറച്ചു പിടിച്ചിട്ട് അവരെ ഇരുട്ടത്ത് നിർത്തിയിട്ട് അവർ ഭയങ്കര അഭിനയം കാഴ്ചവെച്ചു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് ആസ്വാദ്യകരമല്ല. അവർ ഇരുട്ടത്ത് നിന്നോട്ടെ, വീണ്ടും വീണ്ടും പറയുകയാണ്, അവർ ഇരുട്ടത്ത് നിന്നോട്ടെ. അവർ ഇടയ്ക്കെങ്കിലും അടുത്ത ഒരു സ്റ്റെപ്പിലെങ്കിലും അവരുടെ മുഖമൊന്ന് ഞങ്ങൾ കണ്ടോട്ടെ, പ്രേക്ഷകർ കണ്ടോട്ടെ, അവിടെയുള്ള എക്സ്പ്രഷൻസ് ഞങ്ങൾ കണ്ടോട്ടെ. അല്ലെങ്കിൽ ഇതൊക്കെ ആരൊക്കെയാണ് ഇത് അഭിനയിക്കുന്നത് എന്നുള്ളത് ഇരുട്ടത്ത് നിന്നോട്ടെ. നിങ്ങളുടെ ആധുനികപരമായിട്ടുള്ള ഫോട്ടോഗ്രാഫി, ചലച്ചിത്ര ഛായാഗ്രഹണം അതാണെങ്കിൽ, നിങ്ങൾ തമിഴ് സിനിമ, നിങ്ങൾ വിദേശ സിനിമകളൊക്കെ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്നല്ല പറയുന്നത്. പക്ഷെ അവരുടെ സ്വാധീനം നമുക്കുണ്ട്. ഹോളിവുഡിലുള്ള പല സിനിമകളുടെ സ്വാധീനം ആധുനികരായിട്ടുള്ള നമ്മളുടെ ആളുകളുടെ ഉണ്ട്. ആ ചലച്ചിത്ര അതൊക്കെയാണ് ഭയങ്കരമായ ഫോട്ടോഗ്രാഫി എന്നൊക്കെയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു തിരുത്തലും വരുത്താനായിട്ട് അങ്ങനെ ആ ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റില്ല. നിങ്ങൾ സ്വയമാണ് തിരുത്തേണ്ടത്. അതൊന്നുമല്ല ചലച്ചിത്ര ഛായാഗ്രഹണം എന്ന് പറയുന്നത്. വെളിച്ചം വേണ്ടപ്പോൾ വെളിച്ചം വേണം, ഇരുട്ട് വേണ്ടപ്പോൾ ഇരുട്ട് വേണം. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയിൽ കാണുന്ന ആളുകൾ മുഴുവൻ ഇരുട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെന്താണ് രസമുള്ളത്? കയറി ഇറങ്ങി പോകണമെന്ന് ഈ പങ്ക്തിയിലൂടെ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കയറി ഇറങ്ങി പോകണം, ആരോഹണ അവരോഹണ ക്രമത്തിൽ പോകണം. അപ്പോൾ മാത്രമാണ് അത് ആസ്വാദ്യകരമാവുള്ളൂ. ഏതായാലും ഈ സിനിമ ഇതിൻ്റെ റെക്കോർഡിങ് ഉജ്ജ്വലമായ റെക്കോർഡിംഗാണ്. ഇതിൻ്റെ ആ ശബ്ദ മിശ്രണം ഉഗ്രൻ എന്ന് തന്നെ പറയാം. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി. ശബ്ദമിശ്രണം അല്ലെങ്കിൽ ശബ്ദ സംവിധാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള മറ്റൊരു ഘടകം. ഏതായാലും ഈ ഗോളം എന്ന ഈ സിനിമ, സംജദിൻ്റെ ഈ പുതിയ സംരംഭം പ്രേക്ഷകർക്ക് അതിമധ്യാന്തം തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്.